ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്ന് രാവിലെ നീച്ചപ്പോൾ കണ്ട ഒരു കാഴ്ചയായിരുന്നു. മയിൽ വന്നിട്ടുണ്ടായിരുന്നു വീടിൻ്റെ മുറ്റത്ത്. ഇത് അപൂർവമായിട്ട് കാണുന്ന ഒരു കാര്യമാണ് കേട്ടോ. മയിലിനെ ഞാൻ ഒന്നോ രണ്ടോ പ്രാവശ്യം എങ്ങാണ്ടാണ് മയിൽ പീലി വിടർത്തി നിൽക്കുന്നത് കണ്ടിട്ടുള്ളത്. അത് സ്കൂൾക്ക് പോകുന്ന വഴിക്ക് സ്കൂൾ ബസ്സിലാണ് പോവില്ല, അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ കാണലാണ് കേട്ടോ, സ്കൂൾക്ക് പോണ വഴിക്ക്. പിന്നെ വീടിൻ്റെ മുറ്റത്തൊന്നും അങ്ങനെ അധികം കാണലില്ല, കാണുന്നതിനൊന്നും പീലിയില്ല, ഒക്കെ പെണ്ണുങ്ങളെ ആവും. ആദ്യമായിട്ടാണ് ആണിനെ ഇത്രക്കും അടുത്ത് ക്ലിയറായിട്ട് കാണുന്നത്. നമ്മളങ്ങനെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവർ പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നിട്ട് റൂമിൻ്റെ ഉള്ളിൽ നിന്നിട്ട് അങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ. ഞാൻ പിന്നെ ഒരു കാര്യം പറഞ്ഞിരുന്നു, ഇന്നലത്തെ വീഡിയോൻ്റെ ബാക്കി കുറച്ച് വീഡിയോസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഇന്നിടുന്നത്. ഇപ്പം നാളെ സ്കൂൾ വർക്കാണ്. അപ്പോൾ എൻ്റെ മനസ്സിലൊരു വീഡിയോ ഇടണമെന്നൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് പറ്റുകയാണെങ്കിൽ തന്നെ നല്ലോണം ഇടും കേട്ടോ. പിന്നെ ഇന്നലെ ഇട്ട ഷോർട്ടിന് അധികം വ്യൂസൊന്നുമില്ല. പ്ലീസ് ഇത് കാണുന്നവരൊക്കെ ഒന്ന് പോയി കാണാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവാന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഞാൻ ചളിങ്ങാടുത്തെ ഇന്നലെ ഉള്ള വീഡിയോൻ്റെ കുറച്ച് ബാക്കിയാണ് കേട്ടോ ഇത് ഇടുന്നത്. ഇതോട് കൂടിയിട്ട് ഇങ്ങനത്തെ വീഡിയോസ് ഇടുന്നത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നബിദിന പരിപാടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലെ നൈറ്റ് 1:30 നബിദിന പരിപാടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരുടെയും കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നത്. എനിക്കൊരു സമ്മാനമൊക്കെ കിട്ടിയിരുന്നു, പക്ഷേ അതിൻ്റെ ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല, ഞാൻ വീട്ടിലായിരുന്നു. എനിക്ക് വയ്യായിരുന്നു, അതുകൊണ്ട് ഞാൻ പോയിട്ടുണ്ടായില്ല. അപ്പോൾ എൻ്റെ അനിയന്മാരായിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. എനിക്ക് സുഖം ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം കഴിഞ്ഞ പ്രാവശ്യം തന്നെ പോയപ്പോൾ തണുപ്പൊക്കെ കൂടിയിട്ട് ഒരുമാതിരി സുഖം ഉണ്ടായിരുന്നില്ല. ചെറിയ കുട്ടിക്കാണെങ്കിലും അങ്ങനെ തന്നെയായിരുന്നു. അപ്പം ഞാനും യാസയും ഒക്കെ പാടെ കൂടിയിട്ട് ഇവിടെ നിന്നു. പിന്നെ വലിയുണ്ടായിരുന്നു കേട്ടോ. 12 ആ ഒരു ടൈമിനൊക്കെ വരുന്നൊക്കെ എഴുതിയത്, പക്ഷേ 1:30 ഒക്കെ കഴിഞ്ഞിട്ടാണ് അമ്മ വന്നിട്ടുണ്ടായിരുന്നത്. ഇന്നലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ദഫ് ഉണ്ടായിരുന്നു, ഇതേമാതിരി ചെറിയ കുട്ടികളുടെ ദഫ് ഉണ്ടായിരുന്നു. പിന്നെ കുറേ അധികം പരിപാടികളും സമ്മാന വിതരണവും അതേമാതിരി കഴിഞ്ഞാലും ടോപ്പ്ലെസ് കിട്ടിയ കുട്ടിക്കുള്ള സമ്മാന വിതരണം എല്ലാവർക്കും പാടക്കൂടെ ഉള്ളതുണ്ടായിരുന്നു. പക്ഷെ ഞാൻ കരുതി ഇനിയും ലേറ്റ് ആവുന്നു, കാരണം കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ നല്ലോണം ലേറ്റായിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്രാവശ്യത്തേക്ക് ലേറ്റൊന്നും ആയിട്ടില്ല. അടിപൊളിയായിട്ട് ഞങ്ങളുടെ അവിടെ രണ്ട് ദഫ് ടീമാണ് ഉണ്ടായിരുന്നത്. ചെറിയ കുട്ടികളുടെ ദഫ് ടീമും അതേമാതിരി വലിയ കുട്ടികളുടെ ദഫ് ടീമും. അത്രക്കും തോന്ന ദഫ് ടീമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ഞങ്ങളുടെ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു പട്ടിക്കുട്ടിയുടെ വീഡിയോ ആണ്. പൂച്ചക്കുട്ടി മാതിരി ഫീൽ ചെയ്യും, പക്ഷെ അതൊരു പട്ടിക്കുട്ടിയുടെ വീഡിയോ ആണ് കേട്ടോ. നാളെ അടിപൊളി കൂടൊക്കെ ഉള്ള നല്ല രസമുള്ള പട്ടിക്കുട്ടി, അതിൻ്റെ വീഡിയോ നല്ല രീതിക്ക് റീച്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കമൻസും ഇപ്പോഴും വരുന്നുണ്ട്. കുറേ ദിവസം 2-3 ദിവസമായി വിട്ടിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇതിൽ ഹാപ്പിയാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, അതിന് സബ്സ്ക്രൈബേഴ്സ് കടന്നിട്ടുണ്ട്. നിങ്ങൾ കമൻറ്റ് ഇടാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു ചെറിയ സെലിബ്രേഷൻ ഇവിടെ നടത്തുന്നതാണ്. ഇതത്രക്കും ലോങ് വീഡിയോ ഒന്നും അല്ല കേട്ടോ, ചെറിയൊരു വീഡിയോ ആണ്. ലോങ് വീഡിയോ എന്തായാലും നാളെ കുറച്ചും കൂടി നല്ല രസകരമായിട്ട് കേൾക്കാൻ പറ്റി നിൽക്കുന്ന ഒരു വീഡിയോ ഞാൻ നാളെ അപ്ലോഡ് ചെയ്യുന്നതാണ്. എന്നുവെച്ചാൽ നാളത്തെ വീഡിയോ ആയിരിക്കും മറ്റൊന്ന് അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക. അങ്ങനെയായിരിക്കും കേട്ടോ. നാളെ സ്കൂൾ വർക്കാണ്, അപ്പോൾ അതിൻ്റെ തിരക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അത് സത്യം പറഞ്ഞാൽ എന്നാൽ ആ വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു, അതിനൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതാണ് ഫസ്റ്റത്തെ ഒരു കാര്യം. എല്ലാവരുടെയും ബാഗും ഒക്കെ പാക്ക് ചെയ്തിട്ട് റെഡിയാക്കുന്ന വീഡിയോസൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു. നമ്മൾ സ്കൂൾ തുറക്കുന്നതിന് മുന്നേ 10 ദിവസം പോയിട്ട് കഴിഞ്ഞിട്ട് സ്കൂളിൽ തുറക്കുന്നതിനുള്ള ചെറിയൊരു വീഡിയോ, പക്ഷേ അതിന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതാണ് ഫസ്റ്റുള്ള ഒരു കാര്യം. അപ്പോൾ നാളെ സ്കൂളിൽ പോണ വീഡിയോയും ചെറിയ രീതിക്കൊന്ന് എടുക്കുന്നതാണ്. ഇന്ന് പിന്നെ എല്ലാ പണിയും കഴിഞ്ഞിട്ടാണ് കിടന്നിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചില സമയത്ത് തോന്നുമ്പോൾ ഞങ്ങളങ്ങനെ എല്ലാ പണിയെടുക്കും, ചിലപ്പോൾ അടിച്ചാരി തുടക്കും, അങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ ഇന്ന് എല്ലാ പണിയും കഴിഞ്ഞിട്ടാണ് കിടന്നിട്ടുള്ളത്. സോ നാളത്തെ അധികം പണിയൊന്നുമില്ല.
അപ്പോൾ നാളെ മോർണിംഗ് എന്തോ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ മറ്റന്നാളത്തെ വീഡിയോയിൽ ഇടുന്നതാണ്. ഞങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് സത്യം പറഞ്ഞാൽ നാളെ സ്കൂൾ ഉണ്ടാവില്ല തുറക്കില്ല എന്നൊക്കെ കരുതിയൊക്കെ തിരിക്കായിരുന്നു. അപ്പോഴാണ് പറഞ്ഞത് നാളെ സ്കൂളുണ്ടെന്ന്. പിന്നെ മദ്രസയും സ്കൂളും അങ്ങനെ ഒരുമിച്ചായിട്ട് ഓപ്പണിംഗ് ആണ്. കൂടുതൽ വീഡിയോസൊക്കെ ഇടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ഇടുന്നതായിരിക്കും. നമുക്കിങ്ങനെ പെരയിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അതിൽ ഇടാൻ പറ്റാത്തത് സത്യം പറഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ളൊരു സിറ്റുവേഷൻ അല്ല കേട്ടോ ഈ ടൈമിൽ. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ പറ്റിയൊരു വീഡിയോസൊന്നും ഇടാത്തത്. കിട്ടുന്ന വീഡിയോസ് മാക്സിമം അങ്ങനെ ഇടുന്നു എന്ന് തന്നെ മാത്രം. ഇനി ഞാൻ കുറച്ചും കൂടി നമ്മൾ റെഗുലറായിട്ട് അല്ലെങ്കിൽ കോമൺ ആയിട്ട് നടക്കുന്ന ഒരു കാര്യം ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട്. സോ കഴിയുകയാണെങ്കിൽ ഞാനത് മാക്സിമം ഇടും. ഇതിപ്പോൾ സ്കൂളും മദ്രസയും അതേമാതിരി ടൈം വളരെയധികം കുറവാണ്. നിങ്ങൾക്കറിയാലോ, ടൈം തീരെയല്ല. അപ്പോൾ അതാണ് ഫസ്റ്റുള്ള കാര്യം. അപ്പോൾ മാക്സിമം ഇടാം കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.